വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ വാനമ്പാടി ആരാണ്? സരോജിനി നായിഡു ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന സരോജിനി നായിഡുവിനെ അറിയപ്പെടാൻ കാരണം? അവര് ഇന്ത്യയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ ഗവർണറായി സ്ഥാനമേൽക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് സരോജിനി നായിഡു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ജന്മദിനം ഇന്ത്യയിലെ വനിതാ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് എന്നുള്ളത് അല്ലെ. അപ്പോ സരോജിനി നായിഡു എഴുതിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദ വില്ലേജ് സോങ് എന്ന് പറയുന്ന ഒരു പോമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എന്താണ്? ദ വില്ലേജ് സോങ് എന്ന് പറയുന്ന ഒരു പോമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ആൻഡ് ദിസ് ക്ലാസ് ഫോർ MS University BA first semester students. And our paper name is Indian Writing in English, Unit 2, The Village Song, and I am your English faculty, Akshaya Ajish. So welcome. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ വില്ലേജ് സോങ് എന്ന് പറയുന്ന സരോജിനി നായിഡു എഴുതിയിട്ടുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ സരോജിനി നായിഡുവിന്റെ വർക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അവർ വർക്കുകൾ എഴുതാറുണ്ട്. അവരുടെ വർക്കുകളിലൊക്കെ ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളെയും അവരുടെ ജീവിത രീതികളെയും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ സരോജിനി നായിഡുവിന്റെ ഇതൊരു ഫോക്ക് സോങ് ആണ് കേട്ടോ, ഒരു നാടോടി ഗാനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്തരത്തിലുള്ള ഒരു സോങ് ആണിത്. പിന്നെന്താണ്, ഈ ഒരു പോയത്തില് അവർ പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻസിനെ കുറിച്ചിട്ട്, ഇത് ഇന്റൻസിറ്റി ഓഫ് ഇമോഷൻ ആണ് ഈ ഒരു പോയത്തിൽ അവര് കൂടുതലായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് മൂന്ന് ലെവലിൽ നമുക്ക് കാണാം. ഒന്ന് റിയൽ ആയിട്ടും ഒന്ന് ഓർഡിനറി ആയിട്ടും ഒക്കെ കാണാമെന്ന് നമ്മുടെ സരോജിനി നായിഡു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു പോയത്തിൽ പറയുന്നത്, രാത്രി ഒരുപാട് വൈകി വീട്ടിലെത്തുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് വൈകി വീട്ടിലെത്തേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടി എന്താണ്, ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. ഓക്കെ, നമ്മുടെ കഥയിലെ ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു വില്ലേജിലാണ് താമസിക്കുന്നത്. അവരെന്താണ്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോവാണ്? പുഴയിലേക്ക് പോവാണ്. വെള്ളം എടുക്കാൻ വേണ്ടി പുഴയിലേക്ക് പോവാണ്. പക്ഷെ അവര് തിരിച്ചു വരുമ്പോ എന്താണ്, നേരം വൈകി പോവാണ്, ഇരുട്ടായി പോവാണ്, രാത്രിയായി തിരിച്ചു വരുമ്പോഴേക്കും. അപ്പോ എന്തുകൊണ്ടാണ് അവള് വൈകിയത്? വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോ അവിടെ വള്ളക്കാരൻ ഉണ്ടാവില്ലേ, ഈ തോണിക്കാരന്റെ പാട്ട് കേട്ട് അവൾ ഇങ്ങനെ ആ പാട്ട് കേട്ട് അവൾ അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവള് ചെന്ന കാര്യം മറന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് എന്താണ്, അവള് തിരിച്ചു വരുവാനുള്ള ആ ഒരു സമയം എന്താണ്, വൈകി. അവള് രാത്രി ഇരുട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ രാത്രി വരുന്ന സമയത്ത് ഈ മൂങ്ങയുടെ കരച്ചിലൊക്കെ അവളിങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് പറയുന്നത്, അവളിങ്ങനെ ഒരു ഇവിൾ സ്പിരിറ്റ് എന്ന് വെച്ചാൽ ഈ പ്രേതങ്ങള് അതൊക്കെ അവളെ വന്ന് അറ്റാക്ക് ചെയ്യുമോ എന്ന് അവൾ ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾ അവൾ അവിടെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവളെ വല്ലാതെ വല്ലാത്തൊരു ഭയം അവളില് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവളിങ്ങനെ ചിന്തിക്കുകയാണ്, ചേട്ടൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആരുമായെങ്കിലും ഒക്കെ സംസാരിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എന്ന് ചേട്ടൻ ചിന്തിക്കുന്നുണ്ടാകാം എന്ന് അവള് വിചാരിക്കണം. കാരണം അവള് രാത്രിയായിട്ടും കാണുന്നില്ല. അപ്പൊ ഓരോ ആളുകളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അവള് പേടിക്കുന്നത് എപ്പോഴും എന്താണ്, ആരെങ്കിലും വരുമോ, അവൾ അറ്റാക്ക് ചെയ്യുമോ, ഒക്കെ ഒരു ഈവിൾ സ്പിരിറ്റിനെ പേടിയുണ്ട്. അതുപോലെ തന്നെ രാത്രി ഈ മൂങ്ങകളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് സ്വയം ഭയം തോന്നുകയാണ്. പക്ഷെ അവള് ചിന്തിക്കുകയാണ്, മറ്റുള്ളവർ ഇപ്പൊ എന്താവും വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ചേട്ടൻ ഒരു പക്ഷെ എന്തായിരിക്കും, ഞാൻ ആരെങ്കിലുമായി സംസാരിച്ച് എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കുകയാകാം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അമ്മ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അമ്മ, ഞാൻ യമുനയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയോ എന്നിട്ട് അമ്മ വിചാരിക്കുന്നുണ്ടായിരിക്കും. പിന്നെന്താണ്, അവളിങ്ങനെ ആകെ ഒരു നിഴല് മാത്രമാണ് അവൾക്ക് കാണുന്നത്. കാരണം അവൾ നടന്നു പോകുന്ന വഴിയിൽ എന്താണ്, ഒരുപാട് നിഴലുകള്. അതുപോലെ തന്നെ ഇടിയും മഴയും വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ പെട്ടെന്നൊരു ഇടിയും മഴയും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ അവളിങ്ങനെ ഭയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ് അവള് പറയുന്നത്, എന്ത് തന്നെ സംഭവിച്ചാലും എന്താണ്, എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും എന്താണ്, എന്നെ സംരക്ഷിച്ചു കൊള്ളാൻ അവസാനം അവള് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അവളുടെ സോളിനെ, ആത്മാവിനെ സ്വൈരമായിട്ട് വിടുവാൻ, അല്ലെങ്കിൽ അവളുടെ ആത്മാവിനെ ഒരു ശാന്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവള് പറയുകയാണ്. ആരോട്? ദൈവത്തിനോട് പറയുകയാണ്. അവൾ അവസാനം എന്താ പറയുന്നത്? ദൈവത്തിനോട് പറയുന്നു, എന്ത് തന്നെ സംഭവിച്ചാലും എന്നെ സംരക്ഷിച്ചു കൊള്ളാൻ അവൾ ദൈവത്തോട് പറയുകയാണ്. അതുപോലെ തന്നെ അവളുടെ സോളിന് ഒരു എറ്റേണൽ ലൈഫ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവള് പറയുകയാണ് അവസാനം, ഈ ഒരു പോയത്തിന്റെ അവസാനത്തില് ദൈവത്തിനോട്.
സോ ഇതാണ് നമ്മുടെ ഈ ഒരു പോയത്തിന്റെ വില്ലേജ് സോങ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിന്റെ സരോജിനി നായിഡു എഴുതിയിട്ടുള്ള ഈ ഒരു പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. സോ അപ്പൊ ഇതൊരു കുഞ്ഞു സ്റ്റോറിയാണ്, ഒരു കുഞ്ഞു കവിതയാണ് കേട്ടോ. അത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒന്നും വരുന്നില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പോയം, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.